എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് വെച്ചുള്ള ഒരു 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ബീഫ് മേടിച്ച ഒരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നാട്ടിലെ ആ ഒരു ടേസ്റ്റ്, അതായത് ഇവിടെ ഇന്ത്യൻ ബീഫ് എന്നൊക്കെ പറഞ്ഞ് കിട്ടും, പക്ഷേ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ, വർഷങ്ങളായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയെങ്കിലും കുറച്ച് ദിവസങ്ങൾ മാത്രമൊക്കെ എനിക്ക് തോന്നുന്നുള്ളൂ ബീഫ് മേടിച്ചതായിട്ടുള്ള ഒരു ഓർമ്മ, ഫ്രഷായിട്ടുള്ള ബീഫ്. അങ്ങനെ ഞങ്ങൾ പിന്നെ സലാല ആയതുകൊണ്ട് സലാല ബീഫ് എന്നും പറഞ്ഞ് തന്നെയാണ് മേടിക്കുന്നത്. പക്ഷേ ഈ ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടത്. ബോബി വീൽ, അതായത് ലുലുവിൻ്റെ ഫ്രോസൺ ആണ് ഇത് ബീഫ്. പക്ഷേ ബോബി വീൽ എന്ന് പറഞ്ഞുള്ള ഒരു പ്രൊഡക്റ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബീഫ് തന്നെയാണ്. ഞങ്ങൾക്ക് ടേസ്റ്റി ആയിട്ട് തോന്നി കേട്ടോ. ഇത് ഉപയോഗിക്കുന്ന പലർക്കും പല ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് വളരെ രുചികരമായിട്ട് തോന്നി, അത്യാവശ്യം ടേസ്റ്റ് ഉള്ളതായിട്ട് തന്നെ തോന്നിയ ഒരു ബീഫ് ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പങ്കുവയ്ക്കുന്ന. പലർക്കും അറിവില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ ലുലുവിൽ വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റ്, അതായത് ലുലുവിൻ്റെ തന്നെ ബോബി വീൽ എന്ന് പറഞ്ഞ ഈ ഗ്രീൻ കളറിലെ കവറോട് കൂടിയ ബഫല്ലോ മീറ്റ് എടുത്താൽ അത് ടേസ്റ്റിയാണ്. ഞാൻ എൻ്റെ ഒരു അറിവ് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. എനിക്ക് രുചികരമായിട്ട് തോന്നി. ഞങ്ങളിതിപ്പം കുറച്ച് പ്രാവശ്യം കൊണ്ട് ഇപ്പോൾ എടുക്കുന്നുണ്ട്. കാരണം ഒരു പ്രാവശ്യം എടുത്ത് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ നോക്കിയപ്പോൾ ടേസ്റ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതും. ഇനി നമുക്ക് നമ്മുടെ സ്നാക്സിലേക്ക് കിടക്കാം. ഞാൻ സ്നാക്സിനായിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനിയും ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽപ്പൊടി വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് ബട്ടറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പപ്സൊക്കെ തയ്യാറാക്കത്തില്ലേ, അതേ ടേസ്റ്റിലുള്ള ഒരു പലഹാരം തന്നെയാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാമേ. ഈ ബട്ടർ ഇട്ട് തന്നെ ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം, മയപ്പെടുത്തിയെടുക്കാം. ഞാൻ കുറച്ച് തണുപ്പോട് കൂടിയ ബട്ടർ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവ നന്നായിട്ട് ബട്ടർ ഞാനൊന്ന് യോജിപ്പിച്ചെടുത്താൽ അന്നേരം തന്നെ ആ ഒരു മാവ് നനഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഞാൻ ഏകദേശം 1/2 കപ്പ് വെള്ളം മാത്രമേ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടെ, ചപ്പാത്തി മാവിനൊക്കെ നമ്മൾ കുഴക്കത്തില്ല, അതിനേക്കാളും കുറച്ചുകൂടെ മയത്തിൽ കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. ഞാൻ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ കുറച്ച് ബട്ടറോടെ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് ഇതിനെ ഒന്ന് അടച്ചു വെക്കാവുന്നതാണ്. ഇപ്പം ഏകദേശം 25 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയാണ് ഒരു പലക എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒന്ന് വെച്ച് ഒന്നുകൂടെ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് മാറ്റി വയ്ക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ തന്നെ ഓരോ ഉരുളകളും നമുക്ക് പരത്തിയെടുത്ത ശേഷം ഓരോന്നിലേക്കും കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് പുറത്ത് കുറച്ച് മൈദയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അടുത്ത ഈ ഒരു മാവ് നമുക്കെടുത്ത് അതിന് മുകളിലേക്ക് വെക്കാം. ഇങ്ങനെ ഓരോന്ന് ലെയറായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. എനിക്ക് ഈ ഒരു 2 കപ്പ് മൈദയിൽ നിന്നും 7 ഉരുളകളാണ് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഇത് ഞാനിപ്പം 7 എടുത്ത് വെച്ച് ഒരു ലെയറായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് പരത്തിയെടുക്കണേ. പരത്തിയെടുത്ത് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ ഞാൻ കുറച്ച് ബട്ടർ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മുമ്പേ ചെയ്ത പോലെ തന്നെ കുറച്ച് മൈദയും കൂടെ ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് റോളായിട്ട് ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് ഞാൻ അതിൻ്റെ അറ്റത്തെ ആ ഒരു പീസ് ചെറിയതായിട്ടൊരു കഷ്ണമുണ്ട്, അതൊന്ന് മുറിച്ച് കളഞ്ഞ്, കാരണം കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. നിർബന്ധമൊന്നുമില്ല മുറിച്ച് കളയണമെന്ന്. എന്നിട്ട് ഞാനിങ്ങനെ മാറ്റി, വീണ്ടും ഒരു 20 മിനിറ്റ് നേരം കൂടെ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അടുപ്പത്തേക്കൊരു പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ പെരുംജീരകവും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 3 അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക്
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ, അത് വിട്ടുപോയതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ബീഫിൻ്റെ സ്റ്റോക്കാണ്. അതായത് ബീഫ് വേവിച്ചപ്പോൾ അതിനകത്തുള്ള വെള്ളമൊക്കെ ഉണ്ടല്ലോ, അത് കളയാതെ എടുത്ത് വെച്ചിരിക്കണം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ച് കുറുകി വരുമ്പോൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ഇട്ട് വേവിച്ചെടുത്ത ബീഫ് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കുക. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിന്ന് വഴറ്റിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ബീഫ് കട്ട്ലറ്റൊക്കെ തയ്യാറാക്കുമ്പോഴും ഈ ഒരു രീതിയിൽ മസാല ഒന്ന് തയ്യാറാക്കി നോക്കിക്കോ കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണേ. ഇപ്പം കണ്ടോ, ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയ ശേഷം തീ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ ആ ഒരു സ്നാക്സിൻ്റെ തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. മുമ്പേ നമ്മൾ മാറ്റി വെച്ച 20 മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് വീണ്ടും പരത്തിയ ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് പപ്സൊക്കെ മടക്കി എടുക്കുന്ന പോലെ തന്നെ മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഞാൻ ചുമ്മാ ഒരു ഡിസൈൻ പോലെ ഒന്ന് കൊടുക്കുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം കൊടുത്തതാണ്. അങ്ങനെ എല്ലാം മടക്കി ഞാൻ എടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മസാല വെച്ച് എല്ലാം നമുക്ക് നല്ല രീതിയിൽ ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുത്തു. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ തൽക്കാലം ഇല്ലായിരുന്നു. അത് കാരണം ഞാൻ കനം കുറഞ്ഞ വേറൊരു ബ്ലാങ്കായിട്ടുള്ള ഷീറ്റ് എടുത്തു. അത് കട്ട് ചെയ്ത് വെച്ച ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അന്നേരം ബട്ടർ പേപ്പർ പോലെ തന്നെ ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഓരോ സ്നാക്സും എടുത്ത് അതിലേക്ക് വെച്ച് കൊടുത്തു. ഒരു മുട്ട എടുത്ത് ബീറ്റ് ചെയ്ത ശേഷം ഇതിന് മുകളിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ്. 30 മിനിറ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഓരോ അവനും ഓരോ ടെമ്പറേച്ചറാണ്, അത് നോക്കി മാത്രം വെക്കുക. 30 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തോണം. അതിൻ്റെ കളറ് മാറി വരുന്ന നേരം നമുക്കറിയാമല്ലോ, പപ്സിൻ്റെയൊക്കെ കളറില്ലേ, അതേ സെയിം തന്നെ നമുക്ക് കിട്ടണം. ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെ കേട്ടോ. ആ ബീഫിൻ്റെ ആ ഒരു മസാല ഒരു രക്ഷയില്ല. എല്ലാവരും ഒന്ന് ഈ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കറക്റ്റ് ആ ഒരു പപ്സിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.